നമ്മുടെ പുതിയ ഡോക്ടർ കൊള്ളാം, നന്നായി നോക്കുന്നുണ്ട്. പക്ഷെ ആള് ചെറുപ്പക്കാരിയാ. അതെയോ? ഈ ചുമ തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരുപാട് നാളായി. മരുന്ന് തരാം, പക്ഷെ നന്നായി ആഹാരം കഴിക്കണം കേട്ടോ. പാല്, മുട്ട, ഇറച്ചി. ഇരിക്കൂ. പേര്? രവീന്ദ്രൻ. സാർ കാപ്പി. $1.85.
വാടക കൂടുതലാണെങ്കിൽ നീ ഇപ്പൊ എന്തൊക്കെ ചെയ്യണം? ആ അത് കണ്ടാ എന്തൊരു കഴിഞ്ഞു കുന്തം. പുതിയ വീടാണെന്നാ തോന്നണേ. ദുബായ് ആവും. മിസ്റ്റർ രാമൻ നായരില്ലേ ഇവിടെ? ചരക്ക് ബസ് കണ്ടാ. ഇനി മുറി എങ്ങനെയുണ്ടെന്ന് നോക്കണം. ഇവിടുത്തെ കിടാവാണ്ട. വാടകത്തിന് കൂടിയാലും വിടണ്ടട്ടാ. പൂശിക്കോ ഇഷ്ട. നീ ഒന്നും വിടാതിരിക്കടാ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. ഇവിടെ റൂം കാലി പറഞ്ഞാണോ? വരൂ വരൂ വരൂ, പ്ലീസ് കം. ഒരു മിനിറ്റ്. കല്യാണി. ഓ ഈ കഥ തുറക്ക്. ഇതാണ് പറഞ്ഞ മുറി. പുറത്തേക്ക് പോകാനും വരാനും ഇതിലേ ഒരു വഴിയുണ്ട്. ഇത് ബാത്റൂം. വരും. ആയിരിക്കൂ. ആ, നിങ്ങളുടെ പേര് ചോദിക്കാൻ ഞാൻ മറന്നുപോയി. ഇത് രവീന്ദ്രൻ. റൂം ഇവന്ന്. എന്റെ പേര് തോട്ടപ്പുറത്ത് അപ്പുക്കുട്ടൻ പണിക്കർ വിജയരാഘവൻ പണിക്കർന്നാ. തോട്ടപ്പുറത്ത് അപ്പുക്കുട്ടൻ പണിക്കർ വിജയരാഘവൻ പണിക്കർന്നാ. പക്ഷെ ആൾക്കാര് വെട്ടിച്ചുരുക്കി. അയ്യോ, എന്തുകൊണ്ടാ വെട്ടിച്ചുരുക്കിയത്? നീളം കൂടുതലേ. ഇപ്പൊ വെറും വിജയൻ എന്നാ വിളിക്കണേ. രവീന്ദ്രന് റൂം ഇഷ്ടപ്പെട്ടോ? പക്ഷേ വാടക ഞങ്ങളെ രണ്ടാളും ബാങ്ക് എംപ്ലോയീസ് ആണ്. ഹൗസ് അലവൻസ് ഉണ്ട്. വളരെ കൂടുതലൊന്നും ഇല്ല കേട്ടോ. വാടകയ്ക്ക് വേണ്ടിയല്ല ഞാൻ മുറി തരുന്നത്. യു സി, ഐ എം എൻ എഞ്ചിനീയർ. മൈസൂരിലാണ് എന്റെ പ്രോജക്റ്റ്. ശനിയും ഞായറും ഞാനിവിടെ വരാറുള്ളൂ. മിസ്റ്റർ ഗോപിനാഥ് പറഞ്ഞില്ലേ? ഇവിടെ എന്റെ വൈഫും മോളും മാത്രമേ ഉള്ളൂ. കുറച്ച് ദിവസം മുമ്പേ എന്റെ വൈഫിന് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി. ഞാനങ്ങ് മൈസൂരിലായിരുന്നു. അതിനുശേഷം ഇവിടെ തുണയ്ക്കായിട്ട് ആരെങ്കിലും ഒരാൾ ഉണ്ടായിരുന്നാൽ കൊള്ളാമായിരുന്നു എന്ന് എനിക്ക് തോന്നി. അങ്ങനെയാണ് ഗോപിനാഥനോട് ഞാൻ പറഞ്ഞത്. മിസ്റ്റർ രവീന്ദ്രന് റൂം ഇഷ്ടപ്പെട്ടെങ്കിൽ വാടകയുടെ കാര്യം കണക്കാക്കണ്ട. നോക്കൂ, ഇതാണ് നമ്മളെ ഗോപിനാഥൻ നായർ പറഞ്ഞയച്ച രവീന്ദ്രൻ. ഇതേ തോട്ടപ്പുറത്ത് ആളുകൾ വെട്ടിക്കുറച്ച വിജയൻ. ആ, മിസ്റ്റർ വിജയൻ, എന്നാ രവീന്ദ്രൻ ഇങ്ങോട്ട് വരിക? നാളെ നിനക്ക് ഫസ്റ്റ് ക്ലാസ് റൂമാണ് കിട്ടിയേക്കണേ. നീ ലക്കിയാട്ടാ. ടൈം എന്തായടാ? നിന്ന് പോയിന്നേ. ഓ, നിന്റെ ഒരു വാച്ച്. അതിനിപ്പോ എന്തുട്ടാണ് ചെയ്യാ? നിന്റെ അരഞ്ഞാണത്തി കെട്ടിക്കും. എന്തുട്ട ശവി. ഹായ്, കിണ്ണം ചിത്രമേ. എന്താണ് നീ കാണിക്കുന്നത്? ഫാമിലി ഹൗസിലാണോ ഇതൊക്കെ? അതിനിപ്പോ എന്തുട്ടാ? അതിനിപ്പോ എന്തുട്ടാണെന്ന്. ഒരു നഗ്ന ചിത്രം ഭിത്തിയിൽ ഒട്ടിച്ചു എന്ന് വെച്ചപ്പോ എന്തുട്ടാ ദോഷം? ഈ ബ്യൂട്ടി എന്ന് വെച്ചാ എന്തുട്ടാന്ന് എനിക്കറിയോ. സൗന്ദര്യത്തിനെ മറച്ചു വെക്കാൻ പാടില്ല. പൊട്ടണേ. ഞാൻ ചോദിക്കട്ടെ, മാൻപേടയ്ക്ക് ആരെങ്കിലും കുപ്പായം തയ്ക്കാറുണ്ടോ? മയിലിനെ ആരെങ്കിലും തുണി കൊണ്ട് മറയ്ക്കാറുണ്ടോ? റോസാപ്പൂവിനെ തൂവാല കൊണ്ട് മൂടാൻ പാടില്ല. സൗന്ദര്യത്തിനെ അതുപോലെ അങ്ങോട്ട് തുറന്ന് വിടണം. അതാ അതിന്റെ ഒരു ഭംഗിയേ. ഇതിനൊക്കെ ഒരു മെച്ചൂരിറ്റി വേണേ. ഇപ്പം കേറി ഒരു സെൻസർ മെമ്പറായി പോയില്ലോ.
ചാപ്പി ചക്ക നീ വളരാനുണ്ട്. നിനക്ക് വയസ്സെത്രയായി? ഏജ് കഴിഞ്ഞ സെപ്റ്റംബറിൽ 26 കഴിഞ്ഞില്ലേ നിനക്ക്? ആ, എന്നാ കറുത്ത ബ്രൈഡ് സൈസ് പറയാൻ പറ്റുമോ നിനക്ക്? 32B. അതണ്ട മെച്ചൂരിറ്റി. എങ്ങട് നീങ്ങിയാൽ ഈ കിടാവ് എന്നെ തന്നെയാ നോക്കണേ. ഇവിടെ ബ്യൂട്ടിഫുൾ റൂം, ബ്യൂട്ടിഫുൾ അറ്റ്മോസ്ഫിയർ. വേലക്കാരി സാധനം ബെസ്റ്റാണ് കേട്ടോ. കണ്ടിയണേ, ഞാൻ വെറുതെ ഒരു ഹിന്ദു എന്നാണ് ഇഷ്ട. ഞാൻ ട്രെയിനിങ് നിർത്തിട്ട് വരുമ്പോ നോക്കട്ടെ നീ എത്ര മെച്ചൂർഡായിട്ടുണ്ടെന്ന്. എന്നാ പോവാ. ചക്രവാള നീലിമതിരളും ചാരുനയനങ്ങളും ശില്പചാതുരി പൂർണ്ണത തിരയും പുഷ്പനാസികയും അനുരാഗത്തിൻ അക്ഷരമെഴുതും അളകക്കുരുന്നുകളും എന്നെ ഏതോ മധുരിമ പകരും ഭ്രാന്തിനടിമയാക്കി. എന്നിൽ വന്നു നിറഞ്ഞ മധുരിമ എന്റെ വിസ്മയമായി. ഞാൻ കവിയായി, കാമുകനായി. വളരെ നല്ല മുറി, എല്ലാ സൗകര്യങ്ങളും. നല്ല മനുഷ്യനാണെന്ന് എന്തിന് ഈ വീട്ടിലെ എല്ലാവരും അങ്ങനെ. ഐ റിയലി ആം. കല്യാണി, ആ ബേബി ഹീറ്റർ വർക്ക് ചെയ്യുന്നില്ല, കുറച്ച് ചൂടുവെള്ളം കൊണ്ടുവാ. കല്യാണി, ആ ബേബി നീ ഇതിൽ പച്ചവെള്ളം ഒഴിച്ചോ? നീ തന്നെ ഒഴിച്ചു ബേബി. എത്ര പ്രാവശ്യമായി പറയുന്നു പച്ചവെള്ളം ഒഴിക്കാതെ ഇങ്ങനെ കൊണ്ടുവരില്ലേന്ന്. എന്തിനാണ് ഇങ്ങനെ നിലവിളിക്കുന്നത്? രവിക്ക് നീ കാപ്പി കൊടുത്തു. എങ്ങനെ കൊടുക്കാനാ? ആളെണീക്കണ്ടേ? ഓഫീസിൽ പോകേണ്ട ആളാണ്, വിളിച്ചുണർത്തി കൊടുക്കണ്ടേ? നാണം കുടുങ്ങിയാണെന്ന് തോന്നുന്നു. ചെല്ല് ചെല്ല്, ആദ്യം കാപ്പി കൊടുക്ക്. രവി സാർ, സാർ
സാർ കാപ്പി സാർ. രവി സാർ. സാർ കാപ്പി സാർ. സാർ സാർ പഞ്ചസാര. പഞ്ചസാര. കല്യാണി, ഡീ കല്യാണി, എന്താ? എന്റെ ബ്രായം എടുത്തോണ്ട് വാ. എന്നാ ബേബി പിടിക്കൂ ബേബി. എനിക്കൊരുപാട് പണിയുണ്ടെന്ന്. പണിയുണ്ടെന്ന് പറഞ്ഞില്ലേ ബേബി? അമ്പടെ കള്ളി, ആദ്യത്തെ ദിവസം തന്നെ നീ ബ്രായൊക്കെ കാണിച്ചല്ലേ? ഇനി എന്തൊക്കെ കാണിക്കാൻ പോകുന്നു ആവോ? കേരണ്ടെന്ന് പറഞ്ഞില്ലേ? പഠിച്ചവരിങ്ങനെ പഠിക്കാത്തവരിങ്ങനെ. രവി തരക്കേടില്ല കേട്ടോ. സാർ ടിക്കറ്റ്. ചില്ലറില്ലേ സാറേ? ഇല്ലേ. വല്ല വിവരമുണ്ടോ സാറേ? വെളുപ്പാൻ കാലത്ത് തന്നെ ഇങ്ങനത്തെ ഒരു നോട്ട് കാണിച്ച ചില്ലറക്ക് ഞാൻ എവിടെ പോവാനാ? എത്ര കയറണ്ടാന്ന് പറഞ്ഞാലും ഓടുന്ന ബസ്സിൽ ചാടി കയറും. എന്നിട്ട് പിന്നെ നോട്ട് കൊണ്ടാ മറിമായം. വന്ന് ചെക്കും തരും. ഇതെന്താ ഇന്ത്യ ബാങ്കാണ് ചില്ലറ മാറ്റാൻ? ഇറങ്ങണം സാർ, അടുത്ത ബസ്സിൽ വന്നോളൂ. ഇറങ്ങാൻ പറഞ്ഞില്ലേ? ഒന്ന് ഇറങ്ങു സാറേ, സമയം പോണു. രവി
La 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 love me forever and make all my dreams come true. Bum 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 ta ta tu tu tu. Wow 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 wow. Wow 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 wow. ബേബി ബാത്റൂമില് ഒരു പാട്ട് കച്ചേരി നടക്കുന്നു, നമുക്ക് കേക്കാം. വാ. Bésame. രവിണ്ട ഇവിടെ ആ ബാത്റൂം മുറിയിലുണ്ട് സാറേ. സാർ പുറകുവശത്തൂടെ. എന്തുന്നാ പേര്? കല്യാണി. അസലായിട്ട്. സാറിനെ കാണാനൊരു രവി, എന്താണ്ടായത്? വിജയ വാ 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 വാ. ആള് തരക്കേടില്ലടാ നീയ്. 2 ആഴ്ചക്കുള്ളിൽ നീങ്ങളുടെ ഇമ്പ്രൂവ്ഡാ ശവി. എടാ നീ പൂച്ച. പതുക്കെ പറയടാ. എന്തുണ്ടാ പതുക്കെ പറയണേ? നിന്റെ കാല് പിടിക്കാം. പിടിക്കണ പരിപാടി എന്നോട് വേണ്ടിട്ടോ. അവരാരെങ്കിലും കേട്ടാ എന്ത് വിചാരിക്കും? എന്തുട്ട് വിചാരിക്കണ്ട, കേക്കട്ടാ. സാറിപ്പ ഇങ്ങനെയാ. ആ പിള്ളേർ എത്ര സന്തോഷത്തിലാണ് കളിക്കുന്നതെന്ന് നോക്ക്. നമ്മുടെ കുട്ടിക്കാലം നമുക്ക് നഷ്ടപ്പെട്ടു. ആ ദിവസങ്ങൾ ഇനി ഒരിക്കലും തിരിച്ചു വരില്ല, അല്ലേ? നീ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. ഫോറിൻ ഗുഡ്സ് ആർ ഫോറിൻ ഗുഡ്സ്, യുനോ. ആ ഒരു ബ്യൂട്ടി, ആ ഒരു ഫിനിഷിങ്, അവിടുത്തെ ആണുങ്ങൾ ഭാഗ്യവന്മാരന് ഇഷ്ട. നീ എന്താടാ പറയുന്നത്? നമ്മുടെ സ്ത്രീകൾക്ക് സൗന്ദര്യം ഇല്ല എന്നാണോ?
ഹേയ്, നമ്മുടെ സ്ത്രീകളുടെ മുഖത്തിലുള്ള ആ ഒരു ലക്ഷണം, ആ ഒരു കല തീർച്ചയായും അവിടെ ഉള്ളവർക്കുണ്ടാവില്ല. ചിലപ്പോ ആണാണോ പെണ്ണാണോ തിരിച്ചറിയാൻ കൂടി വയ്യ. കഞ്ഞി ഈ സാരി കണ്ടുപിടിച്ചോന് അവാർഡ് കൊടുക്കണം. ഈ സാധനം ഇല്ലായിരുന്നെങ്കിലേ നമ്മടെ പെണ്ണുങ്ങടെ ഫിഗറേ അതണ്ട. നാണമുണ്ട് നമ്മുടെ സ്ത്രീകൾക്ക്. വയറും തള്ളി ഇങ്ങനൊരു വാക്യം എങ്ങനെ വരും? കാണാൻ അറപ്പ് തോന്നണില്ലേ നിനക്ക്? ഒന്ന് നിർത്തി വിജയ. ഒരു സ്ത്രീ യഥാർത്ഥത്തിൽ സ്ത്രീയാവുന്നത് അവൾ ഗർഭിണിയാകുമ്പോൾ മാത്രമാണ്. ഓരോ സ്ത്രീയും ആ അവസരത്തിന് വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതാണ് സ്ത്രീയുടെ പൂർണ്ണത. അവന്റെ ഒരു പുരാണം. ഇത് പുരാണമൊന്നുമല്ല വിജയ, ഞാൻ പറയുന്ന കേൾക്കൂ. എന്റെ അമ്മ, നിന്റെ അമ്മ, എന്തിന് എല്ലാ അമ്മമാരും ഈ ഒരു ഘട്ടം കടന്നവരാണ്. ഓരോ ഗർഭിണിയിലും നമ്മൾ നമ്മുടെ അമ്മയെ കാണാൻ പഠിക്കണം. The reason why aspirin is prescribed so widely for arthritic patients is that it has an anti-inflammatory effect. നീ ആ ഫസ്റ്റ് വെൽ പടം ഒന്ന് കാണേണ്ടതായിരുന്നു. എന്തുട്ടാ സാധനം! ഹായ്, അവരുടെ ആ ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ടല്ലോ. നമ്മുടെ ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യമാരെ കൂടി കിസ് ചെയ്യാൻ പറ്റില്ല. ഐ മീൻ സ്ക്രീനിലാണേ. ഡെമോക്രസിയാണേ. ഖജുരാഹോവും കൊണാറക് ടെമ്പിളും കാമസൂത്രവും തന്ന ഭൂമിയാണ്ടാ ഇത്. എക്സ്ക്യൂസ് മീ. ഐ ആം സോറി, വളരെ ലേറ്റായി. ഈ കാര്യം ഞാൻ അന്നേ ചെയ്യണമെന്ന് വിചാരിച്ചതായിരുന്നു, പക്ഷെ മറന്നുപോയി. ഇപ്പൊ കണ്ടപ്പോഴാണ് ഓർമ്മ വന്നത്. അതുകൊണ്ടാണ് ഞാന് ഇതാ രാധ തന്ന 50 പൈസ. Hey, what is this? 50 പൈസ? ഇത് അത്ര വലിയ കാര്യമാണോ? സാരമില്ല, ഇരുന്നോട്ടെ. നോനോ, രാധ തീർച്ചയായിട്ടും വാങ്ങിക്കണം. അന്ന് രാധ ഇല്ലായിരുന്നെങ്കിൽ ആ കണ്ടക്ടർ എന്നെ ശരിക്കും അവമാനിച്ചേനെ. പ്ലീസ് ടേക്ക് ഇറ്റ്. No. പ്ലീസ്. Okay, തരൂ. Touch. Touch. എന്തിനും? നിങ്ങൾ തൊടുന്ന കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾ ജയിച്ചു. I'll take the coin back. അല്ലെങ്കിൽ ഈ 50 പൈസ നിങ്ങൾ തിരിച്ചെടുക്കണം. Okay? Touch. എന്താ ഈ കുട്ടിക്കളി? നിങ്ങൾ ജയിച്ചു. I'll take the coin back. ഇവൻ കാക്കയുടെ ഒരു തമാശ. സാറ് നന്നായിട്ട് പാടുന്നുണ്ടല്ലോ. കല്യാണി, ഈ പാല്, പഞ്ചസാര, ഡിക്കോഷൻ ഇതൊക്കെ വേറെ വേറെ എന്തിനാ? റെയിൽവേ കമ്പാർട്ട്മെന്റ് പോലെ ക്ലീൻ ആയിട്ട് നിന്റെ കൈ കൊണ്ട് തന്നെ ഒരു കപ്പ് കാപ്പി കൊണ്ടുവന്നൂടെ? ഇനി അങ്ങനെ തന്നെ കൊണ്ടുവരാൻ സാറേ. സാർ, എത്ര സ്പൂൺ പഞ്ചസാര ഇടണം? 3 സ്പൂണ്. എന്താ എന്താ? ഈ വീട്ടിലുള്ളവരൊക്കെ 2 സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. എനിക്ക് മാത്രം 3 സ്പൂൺ. ഇപ്പോ സാറിന് 3 സ്പൂൺ എന്ന് പറഞ്ഞപ്പോ ഈ മുയലുണ്ടല്ലോ, മുയല്, വെളുത്ത മുയല്, ആ കിളിന്ത് മുയല്, അതിന്റെ രക്തം ആഴ്ചയിൽ 2 വട്ടം തലയിൽ നന്നായിട്ട് തേച്ച് പിടിക്കുക. 1 മണിക്കൂർ ചുമ്മാ വിട്ടേക്കാം. അത് കഴിഞ്ഞ് പിന്നെ കഴിക്കളയാം. ഇങ്ങനെ ഒരാഴ്ച തേച്ചിട്ട് പിന്നെ നോക്കണം. എന്തൊരു വളർച്ചയാണെന്നറിയാമോ? നോക്കൂ, ഞാനേ 3 ആഴ്ച മാത്രമേ ഇങ്ങനെ ചെയ്തിട്ടുള്ളൂ. ഇത് കണ്ടോ, ഇതേ പുത്തനായിട്ട് കിളിർത്തതാ. ഈയിടെ ഇപ്പോ നേരാണോ? പിന്നെ ഞാനൊരു വെജിറ്റേറിയൻ ആയി പോയല്ലോ. അങ്ങനെയാണോ? അല്ല, ഞാൻ ആദ്യം ഫേസ് കണ്ടപ്പോ ഒരു നോൺ വെജിറ്റേറിയന്റെ ലുക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. ഈ അരളിവേരില്ലേ, അരളിവേര് പറ. ആ,
അവൻ ഈ കഴിവുണ്ട്. സെയിം എഫക്റ്റാ വെജിറ്റേറിയൻ. അങ്ങനെയാണോ? 100%. എന്നാ ഞാൻ അവനെ തേച്ചോളാം. ഇവിടെ ലേശം ഒന്ന് അത് തലയുടെ ഷേപ്പാണെന്നാ തോന്നുന്നത്. ആ നോക്കാം. എടി, ഇന്നലെ ഞാൻ ഫാഷൻസിൽ പോയിരുന്നു. നല്ല സാരീസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ചീപ്പ് ആൻഡ് ഗുഡ്. ഏയ് രവി, ഹലോ രവി, ഒരു ഹോളിഡേ മൂഡിലാണെന്ന് തോന്നുന്നല്ലോ. എനിക്കും ആഴ്ചയിൽ ഒരു ദിവസമാണ് അവധി കേട്ടോ. റൂമൊക്കെ ഭംഗിയാക്കി വെച്ചിരിക്കുന്നു. എന്നെ കൊണ്ടൊന്നും കഴിയില്ല. കല്യാണത്തിന് മുമ്പ് ഞാനൊരു വലിയ മടിയനായിരുന്നു. അതൊക്കെ LP റെക്കോർഡ്സിന്റെ കവേഴ്സാണ്. മ്യൂസിക്കിൽ വളരെ കമ്പൗണ്ടെന്ന് തോന്നുന്നല്ലോ. വെരി പ്ലസന്റ് അല്ലേ? എച്ചിരി പാത്രം എടുത്തോണ്ട് പോയില്ലേ? സോറി സർ. നോ 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 നോ, രവി എവിടെ ഇരിക്കൂ, ഇരിക്കൂ. കല്യാണി, സാർ, കഴിച്ചു കഴിഞ്ഞാൽ പ്ലേറ്റൊക്കെ എടുത്തൊന്ന് മാറ്റിക്കൂടെ? ഒന്ന് ക്ലീൻ ചെയ്യൂ. ആ, രവി നമ്മളെ വീട്ടിൽ വന്നിട്ട് 3-4 മാസമായി. വന്ന് അന്ന് തൊട്ട് ചോദിക്കണമെന്ന് വിചാരിക്കായിരുന്നു. പക്ഷെ ഞാനങ്ങ് മറന്നുപോയി. നമ്മളെ വീട്ടിലെ പാചകങ്ങളൊക്കെ എങ്ങനെ രവിക്ക് ഇഷ്ടപ്പെട്ടോ? സാർ, മുഖസ്തുതിയാണെന്ന് വിചാരിക്കരുത്. വളരെ നാളുകൾക്ക് ശേഷം എന്റെ അമ്മ ഉണ്ടാക്കുന്ന ആഹാരം കഴിക്കുന്ന പോലെ ഉണ്ട് സർ. അതെ സർ. യു നോ സംതിങ്, എന്റെ അമ്മ ഈ മാങ്ങയും ചെമ്മീനും ഇട്ടൊരു കൂട്ടാൻ വെക്കും. ഫാന്റാസ്റ്റിക്. I used to love it so much that I backed full plates of it. സാർ, ഇതാരാ? ഏത്? ഇത് ശകുന്തള. ശകുന്തള. ഏത് സിനിമയിൽ അവർ അഭിനയിച്ചിരിക്കുന്നത്? സിനിമയോ? ശകുന്തള കല്യാണി. ശകുന്തളയാണില്ലേ? കാളിദാസന്റെ ശകുന്തള. ശകുന്തള ദുഷ്യന്തൻ കഥ ഒരു വലിയ കാര്യമാണ്. ഇതൊക്കെ നീ സ്കൂളിൽ പഠിച്ചിട്ടില്ലേ? ഞാൻ അധികമൊന്നും പഠിച്ചിട്ടില്ല സാർ. വെറും 3-ാം ക്ലാസ് മാത്രം. സാറിനൊരു കാര്യം അറിയാമോ? ഞാനും ബേബി ഒന്നിച്ചാ പഠിച്ചത്. ക്ലാസ്സിലൊക്കെ ഞാനാ ഫസ്റ്റ്. ആണോ? ആ, എനിക്ക് പഠിക്കുന്നത് വലിയ ഇഷ്ടമായിരുന്നു. ബേബിയുടെ കൂടെ
ഞാനും കോളേജിലൊക്കെ പോകുന്നു വിചാരിച്ചു. പക്ഷേ അതൊന്നും നടന്നില്ല. ഞാൻ 3ാം ക്ലാസ് പഠിക്കുമ്പോ എന്റെ അമ്മ മരിച്ചുപോയി. എന്റെ പഠിത്തവും അമ്മയുടെ കൂടെ മരിച്ചു. അതുകൊണ്ട് എനിക്ക് അധികം ഒന്നും അറിഞ്ഞൂടെ സാറേ. കഴിക്കാൻ തരത്തിൽ ആഹാരം ഉണ്ടാക്കാൻ അറിയാം. തുണി കിണി കീറിപ്പോയാൽ കുറച്ച് തയ്ക്കാൻ അറിയാം. പിന്നെ ഈ വീടൊക്കെ വൃത്തിയായി നോക്കാൻ അറിയാം. അത്രമാത്രം. കല്യാണി, ഇതിൽ കൂടുതൽ വേറെ എന്ത് വേണം? നീ നന്നായിട്ട് ആഹാരം വെക്കുന്നു, വളരെ നന്നായിട്ട് വീട് നോക്കുന്നു. ഒരു കുടുംബസ്ത്രീക്ക് ഇതൊക്കെയാണ് വേണ്ടത്. പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ ആർക്ക് വേണമെങ്കിലും പഠിക്കാം. എന്താ? മണ്ണിന്റെ മണം. ഓ, നമുക്ക് നടക്കാം. ഈ മഴയത്ത് നടക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാ. അത് ശരി. നിനക്കെന്താ വട്ടാണോടി? ഈ മഴയത്ത് നടന്നാലേ വീട്ടിലെത്തുന്നതിന് മുമ്പേ കിടപ്പിലാവും. പിന്നെ നാളത്തെ കോളേജിലെ പ്രോഗ്രാം ഭംഗിയാവും. ഒരു കാര്യം ചെയ്യാം, നമുക്കൊരു ടാക്സിയിൽ പോവാം. ടാക്സി. നാളെ നീ ഏത് സാരിയാ എടുക്കാൻ പോകുന്നത്? മുണ്ടും നേരിയതും കൊടുത്തോ. പിന്നെ ഒരു ചന്ദനക്കുറിയും തൊട്ട് 2 തുളസിയിലും വെച്ചോളൂ. ശരിക്കൊരു തറവാട്ടമ്മയായിട്ട് സ്റ്റേജിൽ കാണാം. പിന്നെ പയ്യൻസൊക്കെ പോവുകയും ചെയ്യും. ആൾച്ചൊല്ലു, നീ റെഡ് കാഞ്ചീപുരം എടുത്തു. ഇത് ടെറിഫിക് ഉണ്ടാച്ച. ആമ്പിള്ളേരാരെങ്കിലും ബോധം കേട്ട് വീണ ഞാൻ നോയിക്കോളാം. ഏയ് രവി, കുറെ നേരം നിന്നോ? ഇപ്പൊ തന്നെ നടന്നു പോയിരുന്നേനെ. പക്ഷേ എന്റെ പാൻസൊക്കെ ലോണ്ടറിയില. നാളേക്ക് ഇതൊന്നു മാത്രമേ ഉള്ളൂ. യു നോ സംതിങ്, മഴയത്ത് നടക്കുന്നത് എനിക്ക് വലിയ ഇഷ്ടമാണ്. ഐ സിംപ്ലി ലവ് ടു വാക്ക് ഇൻ ദി റെയിൻ. മിസ്റ്റർ രവി, നാളെ ഞങ്ങളുടെ പ്രോഗ്രാമിന് വരുന്നില്ലേ? ഏത് പ്രോഗ്രാം? നീ വിളിച്ചില്ലേ? നാളെ ഞങ്ങളുടെ കോളേജിന്റെ ആണ്. ഒരു കാര്യം അറിയാമോ? രാധയുടെ പാട്ടുണ്ട്. രാധയ്ക്ക് പാടാനും അറിയാമോ? വാട്ട് യു തിങ്ക്? മെഡിക്കൽ കോളേജിലെ ബെസ്റ്റ് പാട്ടുകാരിയാ. ജാനകിയൊക്കെ മാറി നിൽക്കണം. എന്താ, വരുമോ? തീർച്ചയായിട്ടും വരാം. നാളെ ഞങ്ങളുടെ കോളേജിന്റെ ആണ്. ഒരു കാര്യം അറിയാമോ? രാധയുടെ പാട്ടുണ്ട്. രാധയ്ക്ക് പാടാനും അറിയാമോ? വാട്ട് യു തിങ്ക്? മെഡിക്കൽ കോളേജിലെ ബെസ്റ്റ് പാട്ടുകാരിയാ. ജാനകിയൊക്കെ മാറി നിൽക്കണം. എന്താ, വരുമോ? വരാം, തീർച്ചയായിട്ടും വരാം. താഴമ്പൂ താഴിൽ
your song was brilliant. ഹലോ, ആര് വേണം? രാധയോ? 1 minute. രാധ for you. ഹലോ, ബേബിയാണോ? ആ എന്താ കല്യാണി? അമ്മയ്ക്ക് അത്ര സുഖമില്ല, ശ്വാസം മുട്ടുമെന്ന് പറയുന്നു. ഈ രവി സാറും വീട്ടിലില്ല. എനിക്ക് പേടിയാന്നു. രവി ഉടനെ ഇങ്ങോട്ട് വരണം. എങ്ങനെയുണ്ട് ഡോക്ടർ? പേടിക്കാൻ ഒന്നുമില്ല രാധേ. കുറച്ച് റെസ്റ്റ് എടുക്കണം, അത്ര തന്നെ. ഇന്ന് രാത്രി ഇവിടെ കിടക്കണം. നാളെ കാലത്ത് തന്നെ വീട്ടിലേക്ക് പോവാം. ആ, അച്ഛന് ഫോൺ ചെയ്ത് ചുമ്മാ ഭയപ്പെടുത്തൊന്നും വേണ്ട, ഞാൻ സംസാരിച്ചോളാം. എനിക്ക് അമ്മയൊന്ന് കാണാമോ ഡോക്ടർ? കാണാമല്ലോ, പക്ഷേ ഡിസ്റ്റർബ് ചെയ്യണ്ട കേട്ടോ. വാ, ഊണ് കഴിക്ക്. പേടിക്കാനൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ. അത്താഴം മുടക്കരുത്, ഞാൻ പറയുന്നത് കേൾക്ക്. ഞാൻ എത്ര പറഞ്ഞിട്ടും നീ എന്താണ് അങ്ങനെ തന്നെ ഇരിക്കുന്നത്? ബേബി നോക്ക് സാറേ, ഞാൻ എത്ര പറഞ്ഞിട്ട് ഈ ബേബി ഊണ് കഴിക്കുന്നില്ല. സാറൊന്ന് പറയൂ. രാധേ, വിഷമിക്കാനൊന്നും ഇല്ലെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ. കാലത്ത് തന്നെ സൂക്കേടൊക്കെ മാറി അമ്മ ഇവിടെ എത്തും. വെറുതെ ഓരോന്ന് വിചാരിക്കണ്ട. പ്ലീസ് രാധേ, ഞാൻ പറയുന്നത് കേൾക്കൂ. വന്നോട്ട് കഴിക്കും. എനിക്ക് പ്ലീസ്. രാധേ, രാധേ എന്താണിത്? കൊച്ചുകുട്ടികളെ പോലെ. രാധേ, രാധേ പ്ലീസ് കരയാതെ രാധേ. രാധേ, യക്ഷഗാനം കേട്ടിരുന്ന രാവിൽ ചിലമ്പിട്ട മോഹം പോൽ ചിരിച്ചാർത്തു പോയി ഞാൻ. ചിലമ്പിട്ട മോഹം പോൽ ചിരിച്ചാർത്തു പോയി ഞാൻ. തിരുനാളം താനെ വിടരുന്ന ദീപമാ ജീവിച്ചു നമ്മൾ ഓർമ്മകളാ.
പാടും വീരഹാർദ്രഗാനത്തിൽ പെരിയുന്ന പൂക്കൾ സ്നേഹം വിരൽ തോറും പടരും സുഗന്ധമാ സ്നേഹിക്കുവാനാ പാഥേയമായി പാട്ടിന്റെ ഈണം സാർ ഏ? കീറിപ്പോയി ഉം. ഷർട്ട് എവിടെ? പുറത്ത്. സാർ കാപ്പി. എന്താ സാർ എന്തായി കാണിക്കുന്നത്? പനിയോ മറ്റു പിടിച്ചാലോ? അകത്ത് വരൂ സാർ. രവി സാർ വരൂ സാർ. രവി സാർ പറയണ കേൾക്കുന്നില്ലേ? അകത്ത് വരൂ സാർ. ഇങ്ങനെ നിന്നാലോ? സാർ രാത്രി കഴിക്കാൻ എന്തുണ്ടാക്കണം? എന്താ ഇത് ഇന്ന് പുതുതായി എന്നോടൊരു ചോദ്യം? അല്ല, സാറിന് വേണ്ടി മാത്രമാണ് ഇന്നത്തെ പാചകം. എന്താ വെക്കേണ്ടത്? അതെന്താ വീട്ടിലാരുമില്ലേ? അമ്മയും ബേബിയും ഒരു കല്യാണത്തിന് പോയി. അവിടെ ഊണ് കഴിച്ച് താമസിച്ചേ വരുന്നു പറഞ്ഞു. അതുകൊണ്ടാ. ഉരുളക്കിഴങ്ങുണ്ടോ? ഉണക്കമീന്? ഉരുളക്കിഴങ്ങ് ഉണക്കമീന് വിട്ടൊരു കൂട്ടാൻ വെച്ചു. ഇഞ്ചിയുണ്ടോ? ഇല്ല സാറേ. എനിക്ക് ഞാൻ മേടിച്ചോണ്ടരാം. അതൊന്നും പറ്റില്ല. ഇനി മഴ നനയാനോ? ഒന്നും വേണ്ട. അപ്പ വയറ് ഫുള്ളായി. ഇതുവരെ ഇങ്ങനെ കഴിച്ചിട്ടില്ല. സാർ
ഒന്ന് ചോദിക്കട്ടെ? എന്താ? ഇവിടുത്തെ പാചകം സാറിന്റെ അമ്മ ഉണ്ടാക്കുന്ന പോലെയാണെന്ന് വലിയ സാറോട് പറഞ്ഞില്ലേ? ശരിക്കും അങ്ങനെ തന്നെയാണോ? ആ കല്യാണി, ഐ റിയലി മെന്റ് ഇറ്റ്. നീ വളരെ നന്നായിട്ട് ആഹാരം ഉണ്ടാക്കുന്നെന്നാ പറഞ്ഞത്. ഏയ് സാർ എഴുന്നേൽക്കണ്ട, അവിടെ ഇരുന്നോളൂ, ഞാൻ വൈദ്യുതികൊണ്ടുവരാം. കാപ്പി. തണുത്തു പോവും.
കല്യാണി, ഒരു ടവൽ എടുക്ക. ഇപ്പൊ കൊണ്ടുവരാം. എന്താണ്ടാ ഇത് ഈ സമയത്ത് ഇവിടെ? രാധസ്ഥലത്തില്ലേ? ഉണ്ട്. വേഗം സ്ഥലം വിട്ടോ. ആ പാവം പെൺകുട്ടി അവിടെ കാത്തിരിക്കല്ലേ. എന്തൊരു പുളിച്ച കഞ്ഞിയാടാ നീയെ. ഒരു ഗേൾ ഫ്രണ്ടിനെ കിട്ടാൻ ഓരോരുത്തർ തലയും കുത്തി നടക്കണു. ഒന്നാന്തരം ചരക്കിനെ കിട്ടിയിട്ടും നിനക്കതിന്റെ വേല അറിഞ്ഞൂടല്ലോ. കഴുത. ഓടിക്കോ, നിക്കട്ട, ഓടിക്കോ നീയേ. ഓ, ഇങ്ങനത്തെ ഒരു ചരക്കിനെ നമുക്കും കിട്ടണം. രാത്രിയും പകലും അവളുടെ സാരിത്തുമ്പോ ഓടിച്ച് നടക്കും ഞാൻ. ഇനി ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. 2 ദിവസം ഞാൻ അനുഭവിച്ച വേദന, ഏകാന്തത എനിക്ക് മാത്രം അറിയാം. രവിയില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റില്ലെന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. എന്ത് സംഭവിച്ചാലും ഇനി എന്നെ ഒരിക്കലും വേദനിപ്പിക്കരുത് രവി. Never leave me. Never leave me alone, Devi. രാധേ, ലണ്ടനിൽ നിന്ന് കത്ത് വന്നിട്ടുണ്ട്. വിഷുവിന് മുമ്പായിട്ട് നിന്റെ അമ്മാവൻ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന്. ഒക്കുമെങ്കിൽ നിന്റെ കല്യാണക്കാര്യം കൂടെ നിശ്ചയിച്ചിട്ട് പോകാന്ന് പറഞ്ഞിട്ടുണ്ട്. പോ ഡാഡി, ഇപ്പൊ നോക്കിയാലും കല്യാണം കല്യാണം എന്നൊരു പറച്ചില്. എന്റെ പഠിത്തം ഇനിയും തീർന്നിട്ടില്ല. അതിനു മുൻപ് എന്തിനാ ധൃതി? ഇന്നോ നാളെയോ നീയൊരു ഡോക്ടറാകാൻ പോകുകയാണ്. എന്റെ അസുഖത്തെ പറ്റി നിനക്ക് നല്ലവണ്ണം അറിയാമല്ലോ. പേരമക്കളുടെ കല്യാണം കൂടി കാണണമെന്നാണ് എന്റെ ആഗ്രഹം. ചുരുങ്ങിയത് എന്റെ മോളുടെ കല്യാണമെങ്കിലും എനിക്ക് കാണണം. രവി ഇങ്ങനെ വെറുതെ കുത്തിയിരുന്നു. ലണ്ടനിൽ നിന്ന് എന്റെ അമ്മാവന്റെ മകനെന്നെ കെട്ടാൻ വരുന്നുണ്ട്. അതിനുശേഷം എന്നെ ലണ്ടനിലേക്ക് കൊണ്ടുപോകും. ഒക്കെ രവിയുടെ ഇഷ്ടം. അതിന് ഞാനെന്ത് ചെയ്യണം? അതും ഞാൻ പറഞ്ഞു തരണോ? പാവത്തിനൊന്നും അറിഞ്ഞൂടാ. ശരി, ഇന്ന് തന്നെ നിന്നെ കെട്ടണം. ഐ ആം റെഡി. ആ, അത്ര പെട്ടെന്നൊന്നും വേണ്ട. ആദ്യം അച്ഛനോടും അമ്മയോടും സംസാരിക്കൂ. Now it's time, രവി. ഞാൻ ഇഷ്ടപ്പെട്ടതൊക്കെ അച്ഛനും അമ്മയും എന്നും എനിക്ക് തന്നിട്ടുണ്ട്. എന്റെ കല്യാണക്കാര്യവും അങ്ങനെ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. റൈറ്റ്. നാളെ ശനിയാഴ്ച നിന്റെ അച്ഛൻ വീട്ടിലേക്ക് വരുമല്ലോ. നാളെ തന്നെ ഞാൻ സംസാരിക്കാം. ഓക്കെ? അയ്യോ, അത് വേണ്ട. എനിക്ക് ഇപ്പോഴേ നാണമാണ്. ഞാൻ വീട്ടിലുള്ളപ്പോ ഇതൊന്നും സംസാരിക്കണ്ട കേട്ടോ. ശരി, നീ ഇല്ലാത്ത സമയം നോക്കി ഞാൻ സംസാരിച്ചോളാം. വേണ്ട വേണ്ട, അടുത്ത ആഴ്ച ഞാൻ കോളേജ് എക്സ്കർഷന് പോകും. ഒരാഴ്ച ഞാൻ വീട്ടിലുണ്ടാവില്ല. ആ സമയത്ത് അച്ഛനോടും അമ്മയോടും സംസാരിച്ചു.
ഒന്നുമില്ല. അയ്യോ, നല്ല പനിയുണ്ടല്ലോ. പേടിക്കാനൊന്നുമില്ല, വൈറസ് ഫീവറാണ്. 2-3 ദിവസം കൊണ്ട് ശരിയാവും. പക്ഷെ ഒന്ന് കെയർഫുൾ ആയിരിക്കണം കേട്ടോ. Hey, what happened to you, yeah? ഞാൻ കാലത്ത് മുതലേ നോക്കുന്നു. നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. എന്ത് പറ്റി? Is something wrong? ഒന്നുമില്ല സരു. ഇന്നലെ തൊട്ട് രവിക്ക് നല്ല പനിയാ, ഭയങ്കര ചുമയും. Hey, എന്താടി നീ ഇതിനൊക്കെ പോയി? It's a common flu, yeah? ഇപ്പൊ എല്ലായിടത്തിലും ഉണ്ട് ഇത്. Didn't you see the OPD? എത്ര പറഞ്ഞാലും കേൾക്കില്ല. കുറച്ചു ദിവസത്തേക്ക് പുറത്തു വരാൻ പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടില്ലേ? എന്നിട്ടും ഓടിച്ചാടി ഇവിടെ വന്നിരിക്കുന്നു. എന്തിനാ ഇങ്ങനെ കാണിക്കുന്നത്? പറഞ്ഞത് കേട്ടാൽ എന്താ കുഴപ്പം? ഈ ഡോക്ടർമാരുടെ പറച്ചിലൊക്കെ അങ്ങനെ തന്നെയാ. എന്റെ പനിയൊക്കെ പോയല്ലോ, പിന്നെന്തിനാ ഞാൻ വീട്ടിൽ തന്നെ അടയിരിക്കുന്നത്? നാളെ നീ എക്സ്കർഷന് പോവല്ലേ, അതിന് മുമ്പ് കുറച്ച് കിന്നാരമൊക്കെ പറയാന്ന് വെച്ചു. ഞാൻ പോകുന്നുണ്ടെന്ന് ആര് പറഞ്ഞു? ഞാൻ പോകുന്നില്ല. But why? ഈ അസുഖത്തോടെ രവി ഇവിടെ വിട്ടിട്ട് ഞാൻ തുള്ളിച്ചാടി നാട് ചുറ്റണോ? Don't be silly. നീ തീർച്ചയായും പോണം. നോ. You must. നോ. You must. നോ ബാബാ, ഐ എം നോട്ട് ഗോയിങ്. Okay, wait. Touch. Go, I don't want to play. She's so mad of you. See, Radha, ഈ അവസരം ഇനി കിട്ടില്ല. Student days are very precious, you know. You will never see them again. Don't miss this opportunity. മാത്രമല്ല, നീ പോയിട്ട് വേണ്ടേ നമ്മുടെ കല്യാണക്കാര്യം പറയാൻ? കാറ്റേ കാറ്റേ കാടു ചുറ്റും കാറ്റേ വാ, കാറ്റേ കാറ്റേ നാട് ചുറ്റും കാറ്റേ വാ, ആനകര മാമലയും പൂത്തിറങ്ങി പോയി, തുമ്പമലർ ചോറു വേണോ തുള്ളി വരേണം, കാറ്റേ കാറ്റേ കാടു ചുറ്റും കാറ്റേ വാ, കാറ്റേ കാറ്റേ നാട് ചുറ്റും കാറ്റേ വാ.
കൊട്ടി അപ്പം തിന്നാം ചക്കര തിന്നാം അപ്പം കൊട്ടി ചക്കിട കൊട്ടി അപ്പം തിന്നാം ചക്കര തിന്നാം ദൂരെ കാണും കൊമ്പിലൊരു തേൻ കൂട് ആരും കാണാം കൊത്തിലൊരു തേൻ കൂട് ആനകരാമാമലയും പൂത്തിറങ്ങി തുമ്പമലർ ചോറ് വേണോ തുള്ളി പറയണം കാറ്റേ കാറ്റേ കാടും കാറ്റേ പറിക്കാം എന്റെ കൂടെ വന്നാട്ടെ കാറ്റേ കാറ്റേ കാടും കാറ്റേ 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 നാടും കാറ്റേ ആനകരാമാമലയും പൂത്തിറങ്ങി തുമ്പമലർ ചോറ് വേണോ തുള്ളി വരേണം ലാ 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 രവി സാർ സാർ കല്യാണി എന്താണിത് ഈ ആ സമയത്ത് ആരെങ്കിലും കണ്ടാൽ എന്ത് വിചാരിക്കും കല്യാണി എന്താണിത് കല്യാണി ഏയ് അപ്പൊ നീ ഒരു കലക്കി ഇനിയിപ്പോ രാധേനെ നീ എന്തുട്ട ചെയ്യാൻ പോണേ? അതും ഇതുമായിട്ട് എന്താ? അത് കൊള്ളാം. അപ്പൊ ലപ്പടിക്കാൻ അവളും പറ്റയിലൊക്കെ അവളും അറേഞ്ച്മെന്റ് കൊള്ളട്ടാ. എടാ ഞാൻ പറഞ്ഞില്ലേ ഇതൊക്കെ വേണമെന്ന് വിചാരിച്ച് ചെയ്തതല്ല, എങ്ങനെയോ ഒരബദ്ധം പറ്റിപ്പോയി. ഇനിയിപ്പോ എന്തുട്ടാ കാട്ടാൻ പോണേ?
എങ്ങനെയെങ്കിലും അതില്ലാതാക്കണം. ആഹാ, അപ്പൊ ഞാൻ അവിടെ വരെ എത്തിയോ? ഒരു സ്ത്രീ യഥാർത്ഥത്തിൽ സ്ത്രീയാവണത് അവൾ ഗർഭിണിയാകുമ്പോൾ മാത്രമാണ്. ഓരോ സ്ത്രീയും ആ അവസരത്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. അതാണ് സ്ത്രീയുടെ പൂർണ്ണത അല്ലേ? അതുകൊണ്ടായിരിക്കും ആ പാവം പണിക്കാരി പെണ്ണെ നീ ഈ പൂർണ്ണതയിൽ എത്തിച്ചത്. പിന്നെന്തുട്ടാ പറഞ്ഞേ, ഓരോരോ ഗർഭിണിയിലും നമ്മുടെ അമ്മമാരെ കാണണോന്ന്. ഇല്ലടാ, കലക്കാൻ നടക്കണം. മിസ്റ്റർ രവി, ഇതിന് പേടിക്കാനൊന്നുമില്ല. ജനറൽ ഹോസ്പിറ്റലിൽ പോയി ഡോക്ടർ കുര്യനെ ഒന്ന് കാണും. അദ്ദേഹം എന്റെ ഫ്രണ്ടാണ്. നിങ്ങളുടെ ഭാര്യയെ അവിടെ അഡ്മിറ്റ് ചെയ്യാൻ അദ്ദേഹം സഹായിക്കും. ഇറ്റ്സ് എ വെരി സിമ്പിൾ തിങ്. ഞാനൊരു ലെറ്റർ തരാം. ഒരു 2-3 ദിവസം നിങ്ങളുടെ ഭാര്യ ഇവിടെ കിടക്കേണ്ടി വരും. നിങ്ങളുടെ ശമ്പളം എത്രയാ? 750 സർ. 750. ഇത് ആദ്യത്തെ കുട്ടിയാണോ? ഭാര്യയ്ക്ക് എത്ര വയസ്സായി? 20. അത്രേ ഉള്ളോ? കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായി? 2 കൊല്ലം. ഓഹോ. വീട്ടിലാരൊക്കെയുണ്ട്? അമ്മ, അച്ഛൻ? നോ സർ, ഞങ്ങൾ 2 പേരും മാത്രം. ഈ കുട്ടിയെ കളയരുതേ. ഇരിക്കട്ടെ. ഇതിൽ 4 ഉണ്ട്. ഊണ് കഴിച്ചിട്ട് ഓരോന്ന്. എല്ലാം ശരിയായിക്കോളും. കല്യാണി, നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പണി കഴിഞ്ഞിട്ട് വരൂ. കല്യാണി, എനിക്ക് എങ്ങനെ പറയണമെന്ന് അറിഞ്ഞുകൂടാ. തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്ന ഒന്ന് കേൾക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിചാരിക്കാതെ ഒരുപാട് കാര്യങ്ങൾ വന്നു പോകുന്നു. അതൊക്കെ എന്തിനു വരുന്നെന്നോ എങ്ങനെ നടക്കുന്നെന്നോ നമുക്കറിഞ്ഞൂടാ. കല്യാണിക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? അങ്ങനെ ഒരു കാര്യം ചെയ്യണമെന്ന് നമ്മൾ 2 പേരും ആഗ്രഹിച്ചിരുന്നില്ല. എങ്ങനെയോ അത് സംഭവിച്ചു പോയി. ഇനി നമുക്ക് തുടരണ്ട. അതൊക്കെ മറക്കുന്നതാണ് നമുക്ക് 2 പേർക്കും നല്ലത്. നമ്മൾ വിചാരിക്കാൻ നടന്ന ആ ഒരു തെറ്റ് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കാമോ? കല്യാണി, എന്റെ നിസ്സഹായത നിനക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് ആഹാരത്തിന് ശേഷം ഇതിലോരോന്ന് കഴിച്ചു. ഒക്കെ ശരിയാവും.
കല്യാണി, നീ ആ ഗുളികളൊക്കെ കഴിച്ചോ? അവളുടെ മനസ്സ് എന്തുട്ടാന്ന് എനിക്ക് ഒറ്റ പിടിയും കിട്ടില്ല. നീ ഇപ്പൊ എന്തുട്ടടാ കാട്ടാൻ പോണേ? രവി, കാപ്പി. മധുരമൊക്കെ മതിയോന്നറിയില്ല, ഞാനിട്ടതാ. നമ്മുടെ കല്യാണി അവളുടെ നാട്ടിലേക്ക് പോയി. എന്താണെന്നറിയില്ല, പെട്ടെന്ന് പോണമെന്ന് പറഞ്ഞിട്ടാണ് കുട്ടി പോയി കളഞ്ഞത്. തിരിച്ചു വരുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല. അവളില്ലാതെ ഈ വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് നടക്കാൻ പോകുന്നതെന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്കാണെങ്കിൽ തീരെ വയ്യ. ഇവിടെ നിന്ന് ഒരു സാധനം അങ്ങോട്ട് എടുത്തു വെക്കാൻ തന്നെ ബുദ്ധിമുട്ടാണ്. രാധയാണെങ്കിൽ എക്സ്കർഷന് പോയിരിക്കുക. ഈ അടുക്കളപ്പണിയുടെ കാര്യം ഓർക്കുമ്പോഴാ എനിക്ക് പേടി. ഇങ്ങനത്തെ ഒരു കുഴപ്പത്തിൽപ്പെട്ട് വീടും വിട്ടാ പെൺകുട്ടി എന്ത് വേണേലും ചെയ്യാം കേട്ടോ. എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഇത് നിന്റെ പേഴ്സണൽ മാറ്ററാണ്. മറ്റുള്ളവർക്ക് ഇതിലൊന്നും പറയാൻ പറ്റില്ല. എന്തുട്ടാ ചെയ്യേണ്ടതെന്ന് വെച്ചാ നീ തന്നെ അങ്ങോട്ട് ചെയ്തോ. പക്ഷെ ഒരു കാര്യം കിട്ട് പറ, നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ ക്രാവിനെ എവിടെയുള്ളതെന്ന് വെച്ചാൽ തപ്പിപ്പിടിച്ച് അന്തസ്സായിട്ട് കല്യാണം അങ്ങോട്ട് കഴിക്കും. അവളെയും അവളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിയും അനാഥരയ്ക്ക് ഞാൻ ഒരിക്കലും വിട്ടില്ല കേട്ടോ. അങ്ങനത്തെ ഒരു കാര്യം ചെയ്യാൻ മനസ്സ് വേണം, ധൈര്യം വേണം. ഇറ്റ് നീഡ് ഗട്ട്സ് ആൻഡ് ബാക്ക് ബോൺ രവി. ആണുങ്ങൾക്കേ പറ്റോടാ. Bye, Radha. Bye, bye. ആഹാ, നീ എത്തിയോ? എന്തിനാ മമ്മി? കല്യാണി, അവള് നാട്ടിലേക്ക് പോയി മോളെ. എന്താ ഇത്ര ക്ഷീണിച്ചു പോയത്? അവിടെ ആഹാരമൊന്നും കഴിക്കാറില്ലേ? ഒരു മിനിറ്റ് മമ്മി. കല്യാണി ഇല്ലാത്തത് കൊണ്ട് അടുക്കള പണിയൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഞാൻ ആ ചെറുക്കനോട് വെറുതെ ഒന്ന് പറഞ്ഞു പോയി. പുള്ളിക്കാരൻ അത് ഇത്ര കാര്യമാക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഒരു തരത്തിൽ അതും നന്നായി. ഇല്ലെങ്കിൽ ഞാൻ വളരെ വിഷമിച്ചേനെ. ആ, പിന്നെ നിന്റെ എക്സ്കർഷനൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എവിടെയൊക്കെ പോയി? ഈ 2 ദിവസത്തിനുള്ളില് രവി ഒരു ഫോൺ പോലും ചെയ്തില്ലേ? അത്യാവശ്യമായിട്ട് എവിടെയെങ്കിലും പോയി കാണും. നിന്നെ വിട്ട് എവിടെ പോകാനാടി? He will come back, yeah. Don't worry. Okay?
വാട്ട് രാധ? നമുക്ക് ബാങ്കിലൊന്ന് പോയി നോക്കാമോ? ഹലോ, രവി ഉണ്ടോ അവിടെ? ഒരു മിനിറ്റ് ഇരിക്കും, ഇപ്പൊ വരാം. Can you call രവി? രവി വന്നിട്ടില്ല. എന്തു പറ്റി? അസുഖമാണോ? അത് ലീവ് എടുത്തിരിക്കുകയാണോ? ലീവൊന്നുമല്ല. പിന്നെ രവി ജോലി റിസൈൻ ചെയ്തു. വാട്ട്? രാധ, ഇതൊന്നും അത്ര സീരിയസ് ആക്കാൻ പാടില്ല. ആഫ്റ്റർ ആൾ അവരിതൊന്നും സീരിയസ് എടുത്തില്ലല്ലോ. പ്രേമലേഖം കണ്ടു ഞാൻ താരിളം കാറ്റിൽ പ്രേമഗീതം കേട്ടു ഞാൻ പൊൻതേരിൽ പോരാവൂ താഴമ്പൂ താളമിൻ പ്രേമലേഖം കണ്ടു ഞാൻ. കായാമ്പൂവൻ പാടും നേരം കാളിന്തി കാണും സ്വപ്നമോ. കായാമ്പൂവൻ പാടും നേരം കാളിന്തി കാണും സ്വപ്നമോ. അഴകിൽ സന്ധ്യ താലോലിക്കേ അഴകിൽ സന്ധ്യ താലോലിക്കേ അലകൾ പാടും കാവ്യമോ. താഴമ്പൂ താളമിൻ പ്രേമലേഖം കണ്ടു ഞാൻ. രവി, രവി, ഹലോ രവി, സുഖം തന്നെയല്ലേ? ഇരിക്കൂ. എന്തിനാ നിൽക്കുന്നത്? സോ ഇവിടെയാണോ താമസം? നീ അച്ഛനും അമ്മയ്ക്കും ഒക്കെ സുഖം തന്നെയല്ലേ? ഐ എം സോറി. എന്താ, അസുഖമാണോ? പനിയ. ഈ ഡ്രസ്സ് രാധയ്ക്ക് ഭംഗിയായിട്ടുണ്ട്. കണ്ടിട്ട് ഒരുപാട് കാലമായി. മൂന്ന് വർഷം 6 മാസം 2 ദിവസം. രവി, ഞാൻ
രവിയുടെ വീട്ടിലേക്കൊന്ന് വരട്ടെ. എന്താ രാധേ ഇത്? എന്റെ വീട്ടിലേക്ക് വരുന്നതിന് നീ പ്രത്യേകം ചോദിക്കണോ? തീർച്ചയായിട്ടും വരണം. നമ്മുടെ പോസ്റ്റ് ഓഫീസ് ഉണ്ടല്ലോ, അതിന്റെ തൊട്ടടുത്ത് ഒരു ചായക്കടയുണ്ട്. വേണ്ട, അവിടെ ആരോട് ചോദിച്ചാലും പറയും. ഞാൻ പോട്ടെ. ഡോക്ടർ ഇരിക്കൂ. സരോജ, നീ തോറ്റടി, തോറ്റു. രവിയെ ഇനി ഒരിക്കലും കാണില്ലെന്ന് നീ പറഞ്ഞില്ലേ? രവിയെ ഇനിയും വെയിറ്റ് ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് നീ പറഞ്ഞില്ലേ? രവിയും ഞാനും ഇനി ഒരിക്കലും ഒന്നാവില്ലെന്ന് നീ പറഞ്ഞില്ലേ? നിനക്കൊരു കാര്യം അറിയണോ? എന്റെ രവിയെ ഞാനിന്ന് കണ്ടു. അതേടി. രവി, രാധേ, വാ രാധേ, വാ. ഏയ്, ഇതാരാ വന്നിരിക്കുന്നത് നോക്ക. വാ ബേബി, വാ. അങ്ങനൊരു ഘട്ടത്തിലാണ് നിന്നോട് കൂടി പറയാതെ ഞാൻ വീട് വിട്ടത്. രവിയേട്ടൻ നിന്നെ അന്വേഷിച്ചു വന്നു. അമ്പലത്തിൽ കൊണ്ടുപോയി മാലയിട്ടു. രവിയേട്ടൻ വന്നില്ലായിരുന്നെങ്കിൽ നിന്റെ കല്യാണിയെ നീ കാണുമായിരുന്നില്ല. വാസ്തവത്തിൽ ചേട്ടനൊരു ദൈവമാണ് ബേബി.
തിങ്കളാഴ്ച ആസ്പത്രിയിൽ വരാൻ മറക്കരുത് കേട്ടോ. എന്താണിത് രവി? പഠിപ്പുള്ളവരൊക്കെ ഇങ്ങനെ ചെയ്താലോ? മാസത്തിൽ 2 തവണയെങ്കിലും ഇവിടെ ചെക്കപ്പിന് അയക്കണ്ടേ? തിങ്കളാഴ്ച വരാൻ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരാൻ മറക്കണ്ട. തിങ്കളാഴ്ച നീ വന്നില്ലെങ്കിൽ ഞാൻ വന്ന് പിടിച്ചോണ്ട് പോവും. എന്നാ ഞാൻ വരട്ടെ. ബേബി നിൽക്ക്. നമ്മുടെ പറമ്പിലാണ്. നേന്ത്രപ്പഴം എന്ന് വെച്ചാ നിനക്ക് ജീവനല്ലേ? എന്താടി ഇതൊക്കെ? എടുത്തോളൂ ബേബി. നോക്കൂ, ഇതൊന്ന് കാറിൽ വെച്ചിട്ട് വരൂ. പോട്ടെ. നീ ഇങ്ങനെ തന്നെ ഇരുന്നാൽ ഒരു കല്യാണം കഴിച്ച് ഞാൻ സന്തോഷമായിട്ട് ജീവിക്കണം, അതല്ലേ പറയാൻ വന്നത്. മോളുടെ പേരെന്താ? രാധമോൾ അച്ഛനോട് പറയണം കല്യാണത്തിന്റെ കാര്യമൊക്കെ ഇനി ഞാനും ആലോചിക്കാമെന്ന്.